ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ LDC LGS 2024 അതിനുള്ള മുൻകാല ചോദ്യങ്ങളിൽ നിന്നുള്ള അനുബന്ധ വസ്തുക്കളും ഉൾപ്പെടുന്ന പങ്ക്തിയാണിത്. നദികളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നദികളിൽ നിന്ന് 36 ചോദ്യങ്ങളാണ് 2020, 21, 22, 23 കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ളത്, 2024 വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകാം. 36 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മോശമല്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്നർത്ഥം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിച്ചു. 2 പേജിലായിട്ടാണ് അത് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗമുള്ളത്. 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ളതിലെ 2 പേജുകളാണ്, 2-2.5 പേജാണുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, 36 ചോദ്യങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ ഇനി ഉപദ്വീപീയ നദികളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഉപദ്വീപീയ നദികൾ നമുക്ക് എങ്ങനെ ഓർത്തു വെച്ച് പഠിക്കാം എന്ന് തന്നെ നോക്കാം. മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. അപ്പോൾ ഉപദ്വീപിൽ നിന്ന് ആരംഭിക്കുന്ന നദികളാണ് എന്തെന്ന് പറയുന്നത്, ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ നോക്കൂ, മഹാനദിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കിയതാണ്, ഒന്നുകൂടി നോക്കാം. നമുക്ക് മാപ്പ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം മഹാനദി എവിടെ കിടക്കുന്നു, ഏതെല്ലാമാണ് ഉപദ്വീപീയ നദികൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മാപ്പിലിപ്പോൾ നിങ്ങൾക്ക് ആ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ ആ ഉപദ്വീപീയ നദികളുടെ ഭാഗം, അവിടെ ഉപദ്വീപിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ത്രികോണാകൃതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉപദ്വീപ് അതിൻ്റെ 3 ഭാഗത്തും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്, അതുകൊണ്ടാണത് ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉപദ്വീപീയ നദിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നർമ്മദയും താപ്തിയും. 2 നദികളാണ് നർമ്മദ, താപ്തി എന്ന് പറയുന്നത്. അതിൽ ഈ നർമ്മദയും താപ്തിയും എവിടേക്കാണ് ഒഴുകുന്നത് നോക്കൂ. നർമ്മദയും ഒഴുകുന്നത് അറബിക്കടലിലേക്കാണ്, താപ്തിയും ഒഴുകുന്നത് അറബിക്കടലിലേക്കാണ്. നർമ്മദയും താപ്തിയും ഒഴുകുന്നത് അറബിക്കടലിലേക്കാണ്. അതുപോലെ തന്നെ ഗംഗയുടെ ഒരു പോഷക നദിയുണ്ട്. ഗംഗയുടെ ഒരു പോഷക നദി, ഗംഗ നമുക്കറിയാം ഒരു ഹിമാലയൻ നദിയാണ്. ആ ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള സോൺ ഉപദ്വീപിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മറ്റൊരു നദിയാണ് മഹാനദി എവിടേക്കാണ് ഒഴുകുന്നത്, അത് ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത് മഹാനദി. മറ്റൊന്നാണ് ഗോദാവരി ഒഴുകുന്നതും എവിടേക്ക് തന്നെയാണ്, ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഗോദാവരി ഒഴുകുന്നതും എവിടേക്കാണ്, ബംഗാൾ ഉൾക്കടലിലേക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് തുംഗഭദ്ര, കൃഷ്ണ, ഇതൊക്കെ എവിടേക്കാണ് ഒഴുകുന്നത്, അതും ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. കാവേരിയും ഒഴുകുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. ഇതൊക്കെ കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 നദികളായ ഭവാനി, പാമ്പാർ, കബനി, ഇത് 3ഉം എവിടേക്കാണ് ഒഴുകുന്നത്, കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകിയത് കാവേരിയിലാണ് ചേരുന്നത്. കാവേരിയുടെ പോഷക നദികളാണ് ഭവാനി, പാമ്പാർ, കബനി. ഇത് 3ഉം വളരെയധികം ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത്രയധികം കണ്ടിട്ടില്ല. പണ്ട് വളരെയധികം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഈ നദികൾ, ഈ ഉപദ്വീപീയ നദികളെല്ലാം തന്നെ, ഇപ്പോൾ ഉപദ്വീപീയ നദികളിൽ നിങ്ങൾക്ക് മനസ്സിലായി, നർമ്മദയും താപ്തിയും എവിടേക്കാണ് ഒഴുകുന്നത്, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, ലൂണി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. അത് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത നദിയാണ്. അതായത് ഒരു കരയിൽ നിന്ന് ആരംഭിച്ച് കരയിൽ തന്നെ അവസാനിക്കുകയാണ് ലൂണി. അപ്പം മഹാനദി, മൈക്കല നിരകൾ മധ്യപ്രദേശാണ്. അതിൻ്റെ പോഷക നദികളാണ് ഇബ്ബും ടെല്ലും. നീളം അവിടെ നിൽക്കട്ടെ. മഹാനദി മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇബ്ബും ടെല്ലുമാണ് അതിൻ്റെ പോഷക നദികൾ. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, കർണാടകത്തിലാണ്. കബനി, അമരാവതി തുടങ്ങിയവയാണ് ഇതിൻ്റെ പോഷക നദികൾ. മറ്റൊന്നാണ് താപ്തി.
മുൻതായ് പീഠഭൂമി മധ്യപ്രദേശിലെ ബൈത്തുൽ ചില്ല 742 കിലോമീറ്റർ, ആനർ, ഗിർണ എന്നിവയാണ് ഇതിൻ്റെ പോഷക നദികൾ. ഇതിൻ്റെ പോഷക നദികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ 3 നദികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 3 നദികളുടെയും നീളം എന്ന് പറയുന്നത് 1000-ൽ താഴെയാണ്. ഒന്ന് ഓർത്തു വയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. ആരുടെയൊക്കെയാണ് നീളം താഴെ ഉള്ളത്? അതായത് മഹാനദിയുടെ നീളം 857 ഉള്ളൂ. അതുപോലെ തന്നെ കാവേരിയുടെ നീളം 800 ഉള്ളൂ. താപ്തിയുടെ നീളം 724 ഉള്ളൂ. അപ്പം അതിൽ ഏറ്റവും താഴത്ത് കിടക്കുന്നത് താപ്തിയല്ലേ? താഴത്ത് താപ്തി ഏറ്റവും കുറവ് നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് 724 കിലോമീറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ വരുന്നത് കാവേരിയാണ്. 1000-ൽ താഴെയുള്ളതിൽ ഏറ്റവും വലിയവൻ ആരാണ്? മഹാനദിയാണ്, 857. അപ്പോൾ 724, 800, 857. അപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടി. 3 നദികൾ, മഹാനദി, കാവേരി, താപ്തി. ഇതിൽ മഹാനദിയും അതുപോലെ തന്നെ താപ്തിയും മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലാണ്. മഹാനദി മൈക്കല മലനിരകളിൽ നിന്നാണ്. മഹാന്മാരൊക്കെ വരുമ്പോൾ മൈക്കയിൽ വലിയ അനൗൺസ്മെൻ്റ് വരുമല്ലോ, മൈക്ക് അതാ വരുന്നു. അപ്പോൾ അതുകൊണ്ട് മൈക്കല. താപ്തിയാകട്ടെ മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിലാണ്. താപ്തി താഴത്തുള്ളത് മുന്നിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ആലോചിക്കുക. താപ്തിയാണ്, പക്ഷെ മുൻതായ് പീഠഭൂമിയിൽ നിന്നാണ്, മുന്നിൽ നിന്നാണ്. മഹാനദിയാകട്ടെ മൈക്കിലൊക്കെ വേണം പറയാൻ. താപ്തി 724 കിലോമീറ്ററേ ഉള്ളൂ. മഹാനദി 857 കിലോമീറ്റർ ഉണ്ട്, 850-ൻ്റെ മുകളിലാണ്. കാവേരി 800 കിലോമീറ്ററാണ്. ഇനി നമുക്ക് ഇന്ന് മഹാനദിയുടെ ഉപനദികളേതോ അല്ലെ മഹാനദിയുടെ പോഷക നദികൾ ഏതെല്ലാമാണ്? ഇബ്, ടെൽ. അപ്പം മഹാനദി നമുക്കറിയാം മൈക്കിലൂടെ അല്ലേ നമ്മൾ ടെൽ നമ്മൾ പറയുക, സംസാരിക്കുക. ഓക്കെ, മൈക്കിലൂടെയാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ മഹാനദി, മൈക്ക്, മഹാൻ, മൈക്ക്, ടെൽ. ഇനി എന്താണ്? ഇബ്. ഇബ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓർത്ത് വരയ്ക്കുന്നുണ്ടോ? പക്ഷെ ആ വാക്കന്നെ ഒരു പുതിയ വാക്കല്ലേ, ഇബ്. ഇബ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കാം? ഇവിടെ എന്ന് പറയണം. ഇതാ മഹാൻ വരുന്നു, ഇവിടെ എല്ലാവരോടും ശ്രദ്ധിക്കാൻ പറയാണ്. ഇബ് ഇതാ ഇവിടെ, വെറുതെ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ടെൽ ചെയ്യാണ്, മൈക്കിലൂടെ ടെൽ ചെയ്യണ ആളുകൾ. മഹാൻ വരുന്നുണ്ട്, കണ്ടോളൂ. ഇപ്പം മഹാനദി, മൈക്കല മലനിരകൾ, മധ്യപ്രദേശ്, ഇബ്, ടെല്ല്. ഇനി കാവേരി ആകട്ടെ. കാവേരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കബനി, ഭവാനി, പാമ്പാർ കാവേരിയുടെ കൈവഴികളാണ്. പിന്നെ അമരാവതിയുണ്ട്. അമരാവതി കാവേരിയാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ്, കർണാടകത്തിൽ നിന്നാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകൾ കർണാടകം. ഇപ്പം കർണാടകത്തിൽ നിന്നാണ് കാവേരി. ബ്രഹ്മഗിരി നിരകളാണ്. അപ്പോൾ കാവേരി എന്താണെന്ന് വിചാരിക്കുക? കാവേരി ബ്രഹ്മാവിനെ കണ്ടുവരികയാണ്. കമ്പനി ഉണ്ട് കാവേരിക്കപ്പോൾ. കാവേരിക്ക് ഒരു കമ്പനിയുണ്ട്. അത് ആരാണ്? ഒരിക്കലും മരിക്കാത്തൊരു സുഹൃത്താണ്. ആ സൗഹൃദബന്ധം ഒരിക്കലും മരിക്കില്ല. അമരാവതിയാണ്. അപ്പം കാവേരി ബ്രഹ്മഗിരിയാണ്, ബ്രഹ്മാവിനെ കണ്ടുവരികയാണ്. അവൾക്കൊരു കമ്പനിയുണ്ട്. ഒരിക്കലും മരിക്കാത്ത സുഹൃത്ത്ഷിപ്പുള്ള ഫ്രണ്ട്ഷിപ്പുള്ള അമരാവതിയാണ്. എവിടെ നിന്നാണ് വരുന്നത്? അവർ താപ്തിയെ കണ്ടുവരികയാണ്. ബ്രഹ്മാവിനെ കാണുന്നതിന് മുമ്പായിട്ട് അവർ താപ്തിനെ പോയി കണ്ടു. താഴെയാണെങ്കിലും അവർ മുന്നേ കണ്ടത് താപ്തിനെയാണ്. ഈ താപ്തിയുടെ വീട്ടിൽ ഒരാനയുണ്ട്. മാത്രമല്ല താപ്തിയുടെ വീട്ടിൽ, കാരണം താഴെയുള്ള സ്ഥലമല്ലേ, കാടൊക്കെയാണെന്ന് വിചാരിക്കുക, അവിടെ ഗിർ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുക ആരാണ്? കടുവയാണ്. ഒരു ഗിറുണ്ട്, ഗിർ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഗിർ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്ന ആനയുണ്ട് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഗിർണ, അവിടെ ഗിർണയിലുണ്ട് ആനറും ഗിർണയും. ഇനി നോക്കൂ, മറ്റൊന്നാണ് കൃഷ്ണ. കൃഷ്ണ 1400 കിലോമീറ്ററാണ് കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളാണ്. നോക്കൂ, കൃഷ്ണൻ, ബലരാമൻ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മഹാബലേശ്വർ കുന്നുകൾ. ആ കൃഷ്ണൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ആളല്ലേ ഭീമൻ? കൃഷ്ണനെ തൂങ്ങി നടക്കുന്ന ആ ഒരാളായിരുന്നു എന്ന് വിചാരിക്കുക ഭീമൻ.
അപ്പോൾ കൃഷ്ണ മഹാബലേശ്വർ കുന്നുകളാണ്, ഭീമൻ തുംഗഭദ്ര. മറ്റൊന്നാണ് ഗോദാവരി. ഗോദാവരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോദ അല്ലേ, യുദ്ധം നടക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ആളുകൾ പരസ്പരം പോരാടുന്ന സ്ഥലങ്ങളാണ് ഗോദ അല്ലേ. നല്ല മല്ലയുദ്ധം നടക്കുന്നവർ, മല്ലയുദ്ധം നടക്കുമ്പോൾ മൂക്കിന് ഇടിക്കും അല്ലേ, നമ്മൾ കാണാറുണ്ട്. ശരിക്കും തെറ്റാണ്, പക്ഷെ മൂക്കിനൊക്കെ ഇടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നാസികയ്ക്ക് ഇടിക്കും. ഓക്കെ, ആ നാസികയ്ക്ക് ഇടിച്ചതാരാ? ഗോദയിൽ നാസികയ്ക്ക് ഇടിച്ചത് ഇന്ദ്രാവതി ശബരിയും കൂടിയിട്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത്. ഇന്ദ്രാവതിയും ശബരിയും. അപ്പോൾ നമ്മൾ ഓർക്കുക, ഗോദയിലാണ്, മൂക്കിനാണ് ഇടിക്കുന്നത്, ആ മൂക്കിനിടിക്കുകയാണ്. അപ്പം നാസിക് ജില്ല, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ആരൊക്കെയാണ് അവിടെ നോക്കുന്നത്? ഇന്ദ്രാവതി, ശബരി, അതാണ് ഗോദാവരിയുടെ ആളുകൾ. ഇനി നർമ്മദയുള്ളൂ. മഹാനദിയെ പോലെ തന്നെ മൈക്കല മലനിരകളിൽ നിന്നാണ് നർമ്മദയും വരുന്നത്. പക്ഷേ ഛത്തീസ്ഗഡിലാണെന്ന് മാത്രം. മഹാനദി മൈക്കല മലനിരകൾ മധ്യപ്രദേശിലാണ്, ഇത് ഛത്തീസ്ഗഡിലാണ്. 1312 കിലോമീറ്ററാണ്. ഹിരണും ബെൻചനുമാണ് അതിൻ്റെ ഉപനദികൾ. അപ്പം ജനം കൂടും, വലിയ തരത്തിൽ ജനം കൂടും അല്ലേ, നർമ്മം പറയുന്ന ആളുകളുടെ അടുത്ത്. അവർ ആർപ്പോ ഹിറോ എന്ന് വിളിച്ചുകൊണ്ടാണ് ജനം കൂടുക അവരുടെ പിന്നാലെ അല്ലേ. അപ്പം ഹിരൺ, ബെൻചൻ, നർമ്മദ, മൈക്കല മലനിരകൾ, ഛത്തീസ്ഗഡ്. ഇങ്ങനെ നിങ്ങളൊരു കഥകൾ ഉണ്ടാക്കി ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതെല്ലാം തന്നെ കയറി വരും. ഇനി നമുക്ക് ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്താണ് ഹിമാലയൻ നദികളുടെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കാം. ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്തെല്ലാമാണ്? ഹിമാലയൻ നദികൾക്ക് അതിതീവ്രമായ വൃഷ്ടിപ്രദേശമുണ്ട്, അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്. വലിയ വൃഷ്ടിപ്രദേശമാണ് ഹിമാലയൻ നദികൾക്കുള്ളത്. അപരദന തീവ്രത കൂടുതലാണ്. എന്താണ് അപരദനം എന്ന് പറഞ്ഞാൽ? അപരദനം എന്ന് പറഞ്ഞാൽ അപക്ഷയം മൂലം ശിലകൾ ക്ഷയിക്കും എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോകും, ദ്രവിച്ചു പോകും. ഏതൊക്കെ തരത്തിലുള്ള അപക്ഷയങ്ങൾ? രാസപരവും ഭൗതികവും ജൈവികവുമായ അപക്ഷയം മൂലം. ആരാണിങ്ങനെ അപക്ഷയം ഉണ്ടാക്കുന്ന ഏജൻസ്? ആരാണ് ഇതിന് കാരണക്കാർ? ഒന്ന് ഒഴുകുന്ന വെള്ളമാണ് അപക്ഷയം ഉണ്ടാക്കുക. പാറയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. കാറ്റ് തട്ടി പാറ പൊടിയും. പറയുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലേ? ശരിയാണ്. തിരമാലകൾ, ഹിമാനികൾ, ഇതൊക്കെ തന്നെ എന്തിന് കാരണക്കാരാണ്? അപക്ഷയത്തിന് കാരണമാണ്. അങ്ങനെ അപക്ഷയം മൂലമുണ്ടാകുന്ന ശിലാധാതുക്കളെ ഉയർന്ന സ്ഥലത്ത് നിന്നും താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. അപ്പം എന്താ അപരദനം എന്ന് മനസ്സിലായി? ശിലാപദാർത്ഥങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപക്ഷയം മൂലമുണ്ടാകുന്ന ശിലാപദാർത്ഥങ്ങളെ. അതാണ് പിന്നീട് അവസാദങ്ങളൊക്കെ ആയിട്ട് മറ്റു പലയിടത്തും നിക്ഷേപിക്കുന്നത്. അതാണ് അപരദനം എന്ന് പറയുന്നത്. ഈ അപരദന തീവ്രത വളരെ കൂടുതലാണ് ഹിമാലയൻ നദികളിൽ. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കും, സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകും. ഇതൊക്കെ ഹിമാലയൻ നദികളുടെ പ്രത്യേകതയാണ്. ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. പിന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കും. കാരണം വേനൽക്കാലത്ത് മഞ്ഞുരുകി വെള്ളം ഉണ്ടായിരിക്കും, മഴക്കാലത്ത് മഴവെള്ളം ഉണ്ടായിരിക്കും. ഹിമാലയൻ നദികളുടെ പ്രഭവസ്ഥാനം എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയാണ്. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് അതിൻ്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത്. നദികൾ അതിൻ്റെ പതനസ്ഥാനത്തോടെടുക്കുമ്പോൾ അതിന് നദീമുഖം എന്നാണ് പറയുക. ഹിമാലയത്തിലെ മഞ്ഞുപാളി ഉരുകി രൂപം കൊള്ളുന്ന നദികൾ അറിയപ്പെടുന്നതാണ് ഹിമാലയൻ നദികൾ. വേനൽക്കാലത്തും ഇവ ജലസമൃദ്ധമാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതെല്ലാമാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പക്ഷേ നർമ്മദ ഉപദ്വീപീയ നദിയാണ്. നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയിൽ നമുക്കറിയാം സിന്ധു മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പോകുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും എവിടേക്കാണ് പോകുന്നത്? അത് ബംഗാളിൽ പ്രവേശിച്ച് ബംഗാൾ ഉൾക്കടലിലേക്കാണ്. മാത്രമല്ല ഈ സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നാണ് ഉത്തര മഹാസമതലം
ആ പ്രളയ സമതലം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നിട്ടാണ് ഡെൽറ്റ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പശ്ചിമ ബംഗാളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ, സുന്ദർബൻ ഡെൽറ്റ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഗംഗയും ബ്രഹ്മപുത്രയാണ്. അതിൽ സിന്ധുവിന് റോളില്ല, കാരണം സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകി പോവല്ലേ. പക്ഷെ ഉത്തര മഹാസമതലം രൂപീകരിക്കുന്നതിൽ, ആ പ്രളയ സമതലം ഉണ്ടാക്കിയതിൽ സിന്ധുവിനും ഗംഗയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും എന്തുണ്ട്? റോളുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദർബൻ ഡെൽറ്റ അതുണ്ടാക്കുന്നതിൽ ഗംഗയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും മാത്രമാണ് റോളുള്ളത്. എന്താണ് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ? ഈ നദികളൊക്കെ തന്നെ അതിൻ്റെ കീഴ്ഘട്ടത്തിൽ സമതല പ്രദേശത്തു കൂടി ഒഴുകുമ്പോൾ നമുക്കറിയാലോ, ഈ ഒഴുകി കൊണ്ടുവന്ന അവസാദങ്ങൾ അവിടെ ഇവിടെ നിക്ഷേപിക്കും. അപ്പം നദീമുഖത്തേക്ക് എത്തുമ്പോഴേക്കും ധാരാളം അവസാദങ്ങൾ ഇതിൻ്റെ കയ്യിലുണ്ടാവും. ഇതൊക്കെ നിക്ഷേപിച്ച് ഈ നദി എന്ത് ചെയ്യപ്പെടും? അവസാദങ്ങൾ നിക്ഷേപിച്ചതോട് തടയും. അപ്പം അത് പല കൈവഴികളായിട്ട് ഒഴിയും. അങ്ങനെ കൈവഴികൾക്കിടയിൽ ഡെൽറ്റയുടെ ആകൃതിയിൽ എന്തുണ്ടാവുകയാണ്? ഈ അവസാദങ്ങൾ നിക്ഷേപിച്ച ഒരു സ്ഥലമുണ്ടായി മാറുകയാണ്. അതിനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായ ഒരു ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് പശ്ചിമ ബംഗാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദരി എന്ന് പേരുള്ള ഒരു കണ്ടൽ കാടുകളുണ്ട് അവിടെ. അതുകൊണ്ടാണ് അതിന് സുന്ദർബൻ എന്നുള്ള പേര് വിട്ടത്, സുന്ദരവനം. അടുത്തൊരു ചോദ്യമായിരുന്നു, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? ഇപ്പം നോക്കൂ, ഈ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതുവരെ ചോദ്യങ്ങൾ അധികവും ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ, നമ്മൾ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ആ മാപ്പ് നോക്കുമ്പോൾ സിന്ധു എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സിന്ധു ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. അപ്പം തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഇല്ലല്ലോ. പിന്നെ ഗംഗയാണുള്ളത്. ഗംഗയാകട്ടെ ഇന്ത്യയിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പക്ഷേ പിന്നീട് ബംഗ്ലാദേശിലൂടെ കടന്ന് ആണ് പോകുന്നത്. അപ്പോൾ ബംഗ്ലാദേശിലൂടെയും പോകുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഈ മാപ്പ് മനസ്സിലാക്കിയ ഒരാൾക്ക് മനസ്സിലാവും ഇത് മൂന്നുമല്ല, ഇവയൊന്നുമല്ല. അപ്പം ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ. സിന്ധു ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നുണ്ട്, ടിബറ്റിൽ നിന്ന് ആരംഭിച്ച്. ഗംഗ ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്ര ഇന്ത്യ, ചൈന എന്ന് പറഞ്ഞാൽ ടിബറ്റ്, ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും സ്ഥലം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ഇനി അറബിക്കടലിൽ പതിക്കുന്നതും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതും സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. ഇതൊക്കെ ആ 2 പേജിൽ പതനസ്ഥാനം പറയുന്നുണ്ട്. അറബിക്കടലിൽ പതിക്കുന്ന നദികൾ പ്രധാനമായും സിന്ധുവാണ്. ഹിമാലയൻ നദികളിൽ ഒരു നദി അറബിക്കടലിലേക്കാണ് പതിക്കുന്നത്, സിന്ധുവാണ് പടിഞ്ഞാറോട്ടൊഴുകി. പിന്നെ നർമ്മദയും താപ്തിയുമാണ് പ്രധാനികൾ. അത് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. അപ്പം ചുവട് തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതാ? അറബിക്കടലിൽ പതിക്കുന്നത് നമുക്കറിയാം സിന്ധുണ്ട്, നർമ്മദയും താപ്തിയുണ്ട്, നർമ്മദ ഉണ്ട്. പിന്നെ കേരളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുകയാണ്. അപ്പോൾ അറബിക്കടലിലേക്കായിരിക്കും. ബാക്കി 3 നദികളെ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ, കബനി, ഭവാനി, പാമ്പാർ. അത് കാവേരിയില്ല. അതോർത്തു വച്ചാൽ നമുക്കറിയാം സിന്ധുവും നർമ്മദയും പെരിയാറുമാണ്. ഇതിൽ മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അപ്പം 2 വരാൻ പാടില്ല ഈ ഉത്തരത്തിൽ. 2 വരാത്തത് ഏറൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 1, 2, 3. അപ്പം അത് ശരിയാവില്ല. 1, 2, 3, 4 അതും ശരിയാവില്ല. ഇത് 2ലും 2 ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇനി നോക്കൂ, 1, 3, 4 അത് കറക്റ്റാ, സിന്ധു, നർമ്മദ, പെരിയാർ. അതുകൊണ്ട് ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അത് മനസ്സിലായല്ലോ. അടുത്തത് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. വീണ്ടും ചോദിച്ചിരിക്കുക. അവർ നോക്കൂ, ചേഞ്ചിങ് പാറ്റേൺ ആണ് ചോദ്യത്തിൻ്റെ ആ വരുന്ന ശൈലി. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. ഒപ്പം ഇങ്ങനത്തെ എന്തും അറിയണം, തന്ത്രങ്ങളും അറിയണം ഓർത്തു വയ്ക്കാനുള്ളത്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദി ഏതാണ്? നമുക്കറിയാം നർമ്മദയും. ഉൾപ്പെടാത്ത നദിയാണ് ചോദിക്കുന്നത്. നർമ്മദ അറബിക്കടലിലേക്കാണ്, പെരിയാർ അറബിക്കടലിലേക്കാണ്, സിന്ധു അറബിക്കടലിലേക്കാണ്. ആര് മാത്രമാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? മഹാനദി മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കൂ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ അറിയാം, ഗംഗ. അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലാണ് പോയി പതിക്കുന്നത്. അവിടുന്ന് ഗംഗാന്ന് കിട്ടി. താപ്തിയും സിന്ധുവും പെരിയാറും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഓപ്ഷനിൽ പോലും വരുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. സൂചന മഹാനദി, താപ്തി, പെരിയാർ, ലൂണി. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. അതിൽ നമുക്കറിയാം മഹാനദി എവിടെയല്ല പതിക്കുന്നത്, അറബിക്കടലിലല്ല. അപ്പോൾ ഒന്ന് വരുന്നിടത്ത് പറ്റില്ല. അപ്പോൾ എ പറ്റില്ല, ബി പറ്റില്ല, കാരണം അതിലൊക്കെ ഒന്ന് വരുന്നുണ്ട്. മഹാനദി ബംഗാൾ ഉൾക്കടലില്ല. ഇനി നമുക്ക് നോക്കൂ, ഇനി അവിടെ ബാലൻസ് ഉള്ള ഏതാ? 2 മാത്രമാണ് പറയുന്നത്. അല്ലല്ലോ, പെരിയാർ മാത്രമല്ല, നമുക്കറിയാം താപ്തിയും അറബിക്കടലിലാണ് പതിക്കുന്നത് അല്ലേ. അതുകൊണ്ട് പെരിയാറും താപ്തിയും ഇവിടെ കറക്റ്റാണ്. ലൂണി ഒരു കരബന്ധിത നദിയാണ്, കരയിൽ നിന്ന് ആരംഭിച്ച് കരയിൽ അവസാനിക്കും. പക്ഷേ അതിൻ്റെ അവസാനം ചെന്നെത്തിച്ചേരുന്നത്, അതിൻ്റെ വെള്ളം ഒഴുകി പോകുന്നത് എവിടേക്ക് തന്നെയാണ്? ലൂണിക്ക് തന്നെയാണ്. അപ്പോൾ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദിയാണ് ലൂണി. പക്ഷെ അറബിക്കടലിൽ നേരിട്ട് പതിക്കുന്നില്ല. കരയിൽ പതിച്ച് അവിടെ നിന്ന് പിന്നെ ആ വെള്ളം അറബിക്കടലിലേക്ക് തന്നെയാണ് ഡ്രെയിനേജ് ആയിട്ട് പോകുന്നത്. ഇന്ത്യയിലെ നദികളെ അപ്പോൾ അവ പതിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ നദീവ്യൂഹം ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്നറിയപ്പെടും. അതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികളെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് കിട്ടും. ബംഗാൾ ഉൾക്കടലിലേക്കായിരിക്കും അധിക എണ്ണവും. ലൂണി കരബന്ധിത നദിയാണെന്ന് ഓർത്തു വയ്ക്കുക. അറബിക്കടലിൽ പതിക്കുന്നത് ഒന്ന് സിന്ധുവാണ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. മറ്റൊന്ന് നർമ്മദയും താപ്തിയുമാണ്, അത് ഉപദ്വീപീയ നദികളിൽ. പിന്നെ നമ്മുടെ കേരളത്തിലെ നദികൾ, അതിൽ 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി കിട്ടി. നർമ്മദ വീണ്ടും ആവർത്തിക്കുകയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളപ്പോൾ ഏതൊക്കെയാ? ഗംഗണ്ട്, ബ്രഹ്മപുത്രണ്ട്, 2 ഹിമാലയൻ നദികളുണ്ട്, മഹാനദിയുണ്ട്, ഗോദാവരിയുണ്ട്, കൃഷ്ണയുണ്ട്, കാവേരിയുണ്ട്. അറബിക്കടൽ നദീവ്യൂഹം എന്ന് പറയുന്നത് നദികൾ അറബിക്കടലിലാണ് പതിക്കുന്നത്, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 23% വൃഷ്ടിപ്രദേശമുണ്ട്. നദികൾ സിന്ധു, നർമ്മദ, താപ്തി, മറ്റൊരു നദി കൂടിയുണ്ട് സബർമതി, അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. സബർമതിയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു, കിഴക്കോട്ടാണ് ഈ നദികൾ ഒഴുകുന്നത്. രാജ്യത്തിൻ്റെ 77% വൃഷ്ടിപ്രദേശം ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. നദികൾ ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ, കാവേരി, വൈഗ തുടങ്ങിയവ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാറിൽ വെച്ചാണ്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ചില്ലാറിൽ വെച്ചാണ്. ചില്ലാർ. സിന്ധു നദിയുടെ ഉത്ഭവം എവിടെയാണ്? ടിബറ്റിലാണ്. മാനവ സരോവർ അടുത്തുള്ള ബോഗാർജു ഗ്ലേസിയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ബോഗാർജു ഗ്ലേസിയറിൽ നിന്നാണ് ടിബറ്റിലെ മാനസ സരോവരിനടുത്തുള്ള സിന്ധു നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത് 2880 കിലോമീറ്ററാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഞാൻ പറഞ്ഞിരുന്നു, സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ ആണെങ്കിൽ NCERT പ്രകാരം 1114 കിലോമീറ്ററാണ്. അപ്പോൾ 750 വന്നാൽ 750 മാർക്ക് ചെയ്യുക, 1114 വന്നാൽ 1114 മാർക്ക് ചെയ്യുക. രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പേടിക്കേണ്ട. PSC ഇതുവരെ ഒരു കറക്റ്റ് ഉത്തരം പറഞ്ഞില്ല, രണ്ടും കൂടി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ 750 ഉണ്ട്, 1114 ഉണ്ട്, ആകെ ദൂരം 2850 കിലോമീറ്ററാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീ സംവിധാനം എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ്, ലഡാക്കാണ്. സിന്ധു നദി ജമ്മു കാശ്മീരിലൂടെയാണല്ലോ ഒഴുകുന്നത്. സിന്ധു നദി ഇന്ത്യയിലെ ലഡാക്കിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. അപ്പം ലഡാക്കിലെ ലേ ജില്ലയിലൂടെ മാത്രമാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. സിന്ധു എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി മാത്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ്. പണ്ട് കാലത്ത് ഇത് ധാരാളം ചോദിച്ചിട്ടുണ്ട്, ഇപ്പല്ലെങ്കിലും. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ്, ഇതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സിന്ധു നദി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സിന്ധുവിനെ നിങ്ങൾ കണ്ടല്ലോ. സിന്ധു എവിടെ നിന്നാണ്? ബോഗാർജു ഗ്ലേസിയറിൽ നിന്നാണ്. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നുള്ള ബോഗാർജു ഗ്ലേസിയറിലാണ്. പിന്നെ ഇന്ത്യയിൽ കൂടെ കടന്ന് ലഡാക്കിലൂടെ ഒഴുകുന്നു, ലഡാക്കിലെ ലേ ജില്ലയിലൂടെ ഒഴുകുന്നു. പിന്നെ പാകിസ്ഥാനിലേക്ക് ചില്ലാറിൽ നിന്ന് പ്രവേശിച്ച് പാകിസ്ഥാനിലൂടെ ഒഴുകി കറാച്ചിക്കടുത്ത് വെച്ച്, എവിടേക്കടുത്ത് വെച്ചിട്ട്? കറാച്ചിക്കടുത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഇപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്.
അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ്. ഓക്കെ. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും വലുതാണ്. പാകിസ്ഥാനിലെ ദേശീയ നദിയാണ്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ്. ജമ്മു കാശ്മീരിലെ ലഡാക്ക് ജില്ലയിലൂടെ മാത്രം ഒഴുകുന്ന നദിയാണ് ഇന്ത്യയിൽ. ഇതൊക്കെ സിന്ധു നദിയുടെ പ്രത്യേകത. എവിടെ വെച്ചാണ് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്? ചില്ലാറിൽ വെച്ച്. എവിടെയാണ് പതല സ്ഥലം? കറാച്ചിക്കടുത്ത് പാകിസ്ഥാനിൽ അറബിക്കടലിലാണ്. ഇതാണ്. അപ്പം സിന്ധു നദി നങ്ക പർവ്വതത്തിന് സമീപമാണ് ചില്ലാർ എന്ന പ്രദേശത്ത് വെച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധുവിൻ്റെ 5 പോഷക നദികളും പല സ്ഥലങ്ങളിൽ വെച്ച് ഒന്നിക്കുകയും അവസാനം ഇവ പാകിസ്ഥാനിലെ മിതാൻകോട്ട് എന്നാണ് അതിൻ്റെ പേര്, മിതാൻകോട്ടിൽ വെച്ച് സിന്ധു നദിയിൽ ചേരുകയും ചെയ്യും. കറാച്ചിക്ക് കിഴക്കായാണ് സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നത്. അപ്പോൾ ഇതാണ് സിന്ധു നദി. ഇതാ ഈ കണ്ടതാണ് സിന്ധു നദി എന്ന് പറയുന്നത്. അപ്പം മാപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിൽ വയ്ക്കുക. ഇനി സിന്ധു നദിയുടെ കൈവഴികളിൽ പ്രധാനം ഏതൊക്കെയാ? ഒന്ന് സത്ലജ്, മറ്റൊന്ന് ബിയാസ്. അങ്ങനെ ബിയാസും കൂടി ചേർന്ന് സത്ലജ് സിന്ധു നദിയിൽ പോകും. മറ്റൊന്നാണ് ജലം, മറ്റൊന്നാണ് ചെനാബ്, മറ്റൊന്നാണ് രവി. അപ്പം ബിയാസ്, സത്ലജ്, രവി, ചെനാബ്, ജലം. ഈ സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ ഇവയെല്ലാമാണ്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.